ഇ.ഡി. കൈക്കൂലി കേസിൽ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ യാദവിനെ വെള്ളപൂശുന്ന തരത്തിൽ മൊഴി നൽകാൻ സമ്മർദ്ദമുണ്ടായെന്ന് പരാതിക്കാരൻ അനീഷ്. 10 മണിക്കൂർ ഇ.ഡി. ഇന്നലെ തന്നെ ചോദ്യം ചെയ്തു. ഇ.ഡിയുടെ സ്വരം ഭീഷണിയുടേതാണ്. താൻ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമെന്ന തരത്തിലാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ സംസാരിച്ചത്. തനിക്ക് ജീവഭയമുണ്ടെന്നും അനീഷ് പ്രതികരിച്ചു. ഈ ചോദിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ ചോദ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നുള്ള മനസ്സിലായി. അപ്പോൾ ഈ ശേഖർ കുമാറിനെ വൈറ്റ് വാഷ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ പറയുന്ന ഉത്തരം ഒന്നും അല്ല, അവർ ഫ്രെയിം ചെയ്തൊരു ഉത്തരം ഞാൻ പറയണം എന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ. ഇ.ഡിക്കെതിരെ വേറൊരു പവർ ഇവിടെ ഇല്ല. അപ്പം നിന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് നിന്റെ ഒപ്പം ഈ കാര്യങ്ങൾ വാങ്ങിച്ചാൽ മാത്രം മതി. പി.ആർ. അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, കൊച്ചിയിലുണ്ടായിരുന്ന കേസിന് ഡൽഹിക്ക് വിളിപ്പിച്ചു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇ.ഡി. ഉദ്യോഗസ്ഥർ പെരുമാറി എന്നൊക്കെയുള്ള രീതിയിൽ അനീഷ് സംസാരിക്കുന്നത്. എന്താണ് ചോദ്യം ചെയ്യൽ സംഭവിച്ചിരിക്കുന്നത്? കേസിന്റെ മറ്റ് വിശദാംശങ്ങൾ. തന്നെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഇ.ഡിക്കെതിരെ പരാതിക്കാരനായ അനീഷ് ബാബു ഉയർത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇ.ഡി. ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് പരാതിക്കാരൻ അനീഷ് ബാബുവിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. ഏകദേശം 10 മണിക്കൂറോളമാണ് അനീഷ് ബാബുവിനെ ഡൽഹിയിലെ ഇ.ഡി. ഓഫീസിൽ വച്ച് ചോദ്യം ചെയ്യുകയും പിന്നീട് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി പോകാൻ അനുവദിക്കുകയും ചെയ്തത്. പക്ഷേ അത് മാധ്യമങ്ങളൊന്നും പുറത്തില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഇ.ഡി. ഇത്തരം നടപടികളിലേക്ക് പോയതെന്നും അനീഷ് ബാബു ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇ.ഡിയിലെ ജോയിന്റ് ഡയറക്ടർ ശേഖർ കുമാർ യാദവ് ഇതിൽ പ്രതിയാണ്. അദ്ദേഹത്തിനെ വെള്ളപൂച്ചുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ മൊഴിക്ക് വേണ്ടിയുള്ള ശ്രമം ഇ.ഡി. നടത്തിയെന്ന് തന്നെയാണ് പരാതിക്കാരനായ അനീഷ് ബാബു ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുകൂടാതെ തന്നെ തനിക്ക് വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഇ.ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് ഈ കേസിൽ ഇത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലൊരു പോരാട്ടമാണ്. അതിനിടയിൽ അനീഷ് ബാബുവിനെ കരുവാക്കപ്പെടുന്നു എന്നൊരു വിമർശനം ഇ.ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതൊരു മലയാളി ഉദ്യോഗസ്ഥൻ തന്നെ ഇ.ഡി. മലയാളി ഉദ്യോഗസ്ഥനാണ് ഇത്തരത്തിൽ തന്നോട് പറഞ്ഞതെന്ന് കൂടി ഇപ്പോൾ പരാതിക്കാരനായ അനീഷ് ബാബു ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയാണ്. വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് തനിക്ക് മേലുള്ളത്. തനിക്ക് വലിയ രീതിയിലുള്ള ജീവന് ഭീഷണിയുണ്ടെന്ന് കൂടി പരാതിക്കാരനായ അനീഷ് ബാബു ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്ന് രാത്രിയോടുകൂടി അനീഷ് ബാബു കേരളത്തിലേക്ക് മടങ്ങും. അതുപോലെ തന്നെ ഈ അന്വേഷണവുമായി എപ്പോൾ വേണമെങ്കിലും താൻ പൂർണ്ണമായി സഹകരിക്കുവാൻ തയ്യാറാണ്. തന്റെ ഈ പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെ പരാതിക്കാരനായ അനീഷ് ബാബു ചൂണ്ടിക്കാണിക്കുന്നു. നമുക്കറിയാം വിജിലൻസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുകയാണ്. എന്തുകൊണ്ടാണ് വിജിലൻസുമായി താൻ ചാറ്റ് ചെയ്തത്, അതുപോലെ തന്നെ തന്റെ മൊബൈലിൽ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളടക്കം ഇ.ഡി. നടത്തിയെന്ന് കൂടി പരാതിക്കാരനായ അനീഷ് ബാബു ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഇ.ഡിയുടെ സ്വരം ഭീഷണിയുടേതാണ്. ഇത്തരത്തിൽ തന്റെ മൊഴിയിൽ മാറ്റം വരുത്താനുള്ള ശ്രമം, അതായത് ഈ പ്രതിയായ ഇ.ഡി. ഉദ്യോഗസ്ഥനെ വെള്ളപൂശുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും അത്തരത്തിലുള്ള മൊഴികളിലേക്കുള്ള ചോദ്യങ്ങളാണ് ഇ.ഡിയുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് തന്നെ പരാതിക്കാരനായ അനീഷ് ബാബു ചൂണ്ടിക്കാണിക്കുന്നു. ഇ.ഡി. ആവശ്യപ്പെട്ട രേഖകളെല്ലാം നേരത്തെ തന്നെ അനീഷ് ബാബുവിന്റെ അഭിഭാഷകർ കൈമാറിയിരുന്നു. ഇനിയും ചോദ്യം ചെയ്യാൻ വിളിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കും. പക്ഷേ ഇ.ഡിയുടെ നിലപാടുകൾ അത് ഭീഷണിയുടേതാണ് എന്ന് തന്നെ പരാതിക്കാരനായ അനീഷ് ബാബു ചൂണ്ടിക്കാണിക്കുകയാണ്. ധന്യ. ശരി അരവിന്ദ്.